നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 പ്രിപ്പയർ ചെയ്യുന്ന സുഹൃത്തുക്കളെ ഉദ്ദേശിച്ചിട്ടുള്ള പ്രിലിംസ് ആൻഡ് മെയിൻസിൻ്റെ ബുക്ക് ലിസ്റ്റാണ് സിവിൽ സർവീസ് എക്സാമിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ആൾറെഡി അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. അങ്ങനെ അല്ലാത്തവർ മുഴുവനായിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. മുമ്പും ഇത്തരത്തിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ കുറച്ച് അപ്ഡേഷൻസ് ഉണ്ട്. അപ്ഡേറ്റഡ് അല്ലാത്ത കുറച്ച് ബുക്കുകൾ മാറ്റിയിട്ട് പുതിയ ബുക്കുകളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതുപോലെ ഇത്തരത്തിൽ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ചിലപ്പോൾ അത് ഉപകാരപ്രദമാകും. അതുപോലെ 2023 പ്രിപ്പയർ ചെയ്യുന്ന ബിഗിനേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത ഞായറാഴ്ച ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു വെബിനാറിൻ്റെ ഡീറ്റെയിൽസും മറ്റുമൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കാണും. ആ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് അത് രജിസ്റ്റർ ചെയ്യുക. തികച്ചും ഫ്രീ ആയിട്ടാണ്. അപ്പോൾ എന്തായാലും ആ വെബിനാറിന് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യുക. സോ നമുക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് 2023 പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഉള്ള കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ ഓപ്പൺ ആണ്. അപ്പോൾ ഒരു സ്കോളർഷിപ്പോട് കൂടി തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമാകാം. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാണ്ട് ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എത്തിക്സിൻ്റെ ഡീറ്റെയിൽ നോക്കാം. സാധാരണ തുടങ്ങുന്നത് ഹിസ്റ്ററി, ജോഗ്രഫിയൊക്കെ പറയുന്നതിന് വിരുദ്ധമായിട്ട് നമുക്ക് മെയിൻസിന് കുറച്ച് ബുക്ക് നോക്കിയിട്ട് അങ്ങനെയുള്ള ബുക്സിലോട്ട് പോകാം. അപ്പോൾ എത്തിക്സ് ഇൻറ്റഗ്രിറ്റി ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, GS4 ഭാഗമായിട്ടുള്ള പോർഷൻസിലാണ് വരുന്നത്. എത്തിക്സ് ഇൻറ്റഗ്രിറ്റി ആപ്റ്റിറ്റ്യൂഡ്. ലെക്സിക്കോൺ നല്ലൊരു ചോയ്സ് ആണ് അതിന്. ലെക്സിക്കോൺ എന്ന് പറഞ്ഞാൽ ക്രോണിക്കൽ പബ്ലിക്കേഷൻ്റെ ബുക്കാണ് ലെക്സിക്കോൺ എന്ന് പറയുന്നത്. അതുപോലെ സുബ്ബറാവുവിൻ്റെ ബുക്ക് എത്തിക്സ് ഇൻറ്റഗ്രിറ്റി ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സുബ്ബറാവുവിൻ്റെ ബുക്ക് വളരെ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ബുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതും പ്രിഫർ ചെയ്യാവുന്ന ഒരു ബുക്കാണ്. ഇനി അടുത്ത എക്കണോമിക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുന്ന ഓപ്ഷൻസിൽ രമേഷ് സിംഗ് വരാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ശ്രീറാം IAS ബുക്കുകൾ വരാറുണ്ടായിരുന്നു. പക്ഷേ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള നിതിൻ സിംഗാനിയുടെ ബുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ മാർക്കറ്റിൽ. ഇത് നിങ്ങൾക്ക് മെയിൻസിനും യൂസ് ചെയ്യാം, അതുപോലെ പ്രിലിമിനറി ടെസ്റ്റിനും രണ്ടിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എക്കണോമിക്സ് ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ നോക്കണം. യോജന പോലുള്ള മാഗസിൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇതിൽ വരാറുണ്ട്. ബട്ട് സ്റ്റിൽ ന്യൂസ് പേപ്പർ സ്ഥിരമായിട്ട് വായിച്ചു പോകുന്നവർക്ക് അത് കവർ ചെയ്യാം. വേണമെങ്കിൽ ഇത് ഒഴിവാക്കാം. ബട്ട് സ്റ്റിൽ ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ ഒഴിവാക്കാൻ പറ്റാത്ത 2-3 കാര്യങ്ങൾ. ബഡ്ജറ്റ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. ഓരോ വർഷത്തെയും ബഡ്ജറ്റ് കൃത്യമായിട്ട് നോക്കണം. അപ്പോൾ ബഡ്ജറ്റിൻ്റെ കൂടെ ഉള്ള എക്കണോമിക് സർവേ എന്ന് പറയുന്ന ബുക്ക് നിങ്ങൾ പൂർണ്ണമായിട്ടും വായിക്കാൻ തന്നെ ശ്രമിക്കുക. അതിൽ നിന്നുള്ള ഡേറ്റാസ്, ക്വസ്റ്റ്യൻ ആൻസർ ഇവോൾവ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ സോഴ്സാണ്. അപ്പോൾ അത് ഒഴിവാക്കാതിരിക്കുക. അതുപോലെ പബ്ലിക്കേഷൻ, ഗവൺമെൻറ് പബ്ലിക്കേഷൻ എല്ലാ വർഷവും ഒരു ഇയർ ബുക്ക് ഇറക്കാറുണ്ട്. ഇന്ത്യ 2022 എന്നാണ് പുതിയ ഇയർ ബുക്കിൻ്റെ പേര്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. ആമസോണിൽ അവൈലബിൾ ആണ്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബുക്ക് സ്റ്റോഴ്സിൽ ഇത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതായത് ജില്ലകളിൽ 1-2 ഇത് കാണത്തുള്ളൂ. അവിടെ തന്നെ നിങ്ങൾ യോജന കുരുക്ഷേത്രം വാങ്ങുന്ന അതേ സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് കിട്ടും. അതുപോലെ ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഭാഗം വരുമ്പോൾ ശരിക്കും ഒരു ബുക്ക് നോക്കി പഠിക്കേണ്ട കാര്യങ്ങളില്ല. ശരിക്കും വിക്കിപീഡിയ പോലെയുള്ള കാര്യങ്ങൾ സോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാം. ഒപ്പം തന്നെ കറണ്ട് അഫേഴ്സ് വളരെയധികം നോക്കി പോകേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത്രയും സോഴ്സസ് വെച്ച് തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഒരു ബുക്ക് വേണം എന്ന് നിർബന്ധമുള്ളവർക്ക് ഇന്റേണൽ സെക്യൂരിറ്റി വേണ്ടിയിട്ട് അശോക് കുമാർ IPS എഴുതിയ ബുക്ക് അവൈലബിൾ ആണ്. ഇത് ടാറ്റ മഗ്രാദിൻ്റെയാണ്. ഒപ്പം തന്നെ സെയ്ദ് ബഖർ റാസ IPS എഴുതിയ ഒരു ബുക്കുണ്ട്. ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ചേർത്ത് ഉപയോഗിക്കാം. ഇപ്പോൾ DMന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് നിങ്ങൾക്ക് ശരിക്കും ഒരു ബുക്ക് വേണ്ട. അതുപോലെ ഇന്റേണൽ സെക്യൂരിറ്റിക്കും ശരിക്കും ഒരു ബുക്കിൻ്റെ ആവശ്യമേ ഇല്ല. ഒരു ബുക്ക് വേണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ യു ക്യാൻ റെഫർ ദിസ്. അതുപോലെ ഗവേണൻസിൻ്റെ സൈഡിലായാലും ഒരു ബുക്കിൻ്റെ ആവശ്യം സാധാരണഗതിയിലില്ല. കറണ്ട് അഫേഴ്സ് കൂടുതലായിട്ട് നോക്കുക. അതുപോലെ ന്യൂസ് പേപ്പറിൽ നിന്ന് വരുന്ന ആർട്ടിക്കിൾസും മറ്റുമൊക്കെ സ്ഥിരമായിട്ട് വായിക്കുക, കാര്യങ്ങൾ ചെയ്യുക. ഇതിൽ നമുക്ക് പറയാവുന്ന ഒരു സ്ഥിരം ബുക്ക് എന്ന് പറയുന്നത് ടാറ്റ മഗ്രാത്തിലിൻ്റെ ലക്ഷ്മികാന്തിൻ്റെ ഗവേണൻസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ബുക്കാണ്. M. കാർത്തികേയൻ എന്നൊരു ഓതറിൻ്റെ ബുക്ക് കൂടെ ഉണ്ട്, ഗവേണൻസ് ഇന്ത്യ എന്ന് പറയുന്ന. അപ്പോൾ ഇതും നല്ലൊരു ബുക്കാണ്. വൈഡ്ലി ഇപ്പോൾ യൂസ് ചെയ്യുന്നൊരു ബുക്കാണ് ഫോർ സിവിൽ സർവീസ് എക്സാമിനേഷൻ മെയിൻസിന് വേണ്ടിയിട്ട്. ഇൻ്റർനാഷണൽ റിലേഷൻസിന് IRന് വേണ്ടിയിട്ട് ഒരു ബുക്കിൻ്റെ ആവശ്യമില്ല. ടാറ്റ മഗ്രാത്തിലിൻ്റെ പൻവീർ സിംഗിൻ്റെ ബുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതും ശരിക്കും ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് പൂർണ്ണമായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു പേപ്പറാണ്. മാത്രമല്ല കൂടുതൽ കറണ്ട് അഫേഴ്സ്, ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഒരു ബുക്കിനുള്ളതിനേക്കാളും അപ്പുറത്ത്. ഒരു ബുക്കിൽ അപ്ഡേറ്റഡ് ആകാൻ പറ്റില്ലല്ലോ ഒരിക്കലും. കാര്യം നമ്മളൊരു ബുക്ക് വാങ്ങുന്നു, പഠിക്കുന്നു. ഒരു വർഷം സംഭവിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വളരെ മാസ്മരികമായിരിക്കും. ചിലപ്പോൾ ഒരു യുദ്ധങ്ങൾ നടക്കാം, ചിലപ്പോൾ രാജ്യം തന്നെ ഇല്ലാതാവും. അങ്ങനെ പല കാര്യങ്ങൾ നടക്കും. ഇപ്പോൾ കറണ്ട് അഫേഴ്സ് ടോട്ടലി അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നമ്മൾ ഈ ഒരു ബുക്കിലുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. പുതിയ ട്രീറ്റുകളും മറ്റുമൊക്കെ വരുമ്പോൾ ഈ ഒരു ബുക്കിൽ അപ്ഡേറ്റഡ് ആകില്ല. പക്ഷേ അതെല്ലാം നമുക്ക് ഓൺ ഗോയിങ് പഠിച്ചു പോകേണ്ടതാണ്. ഡൈനാമിക് സബ്ജക്റ്റാണ്. IRന് ബുക്കിൻ്റെ ആവശ്യമില്ല. ബുക്ക് വേണം നിർബന്ധമുള്ളവർക്ക് വേണമെങ്കിൽ ഇത് വായിക്കാം. അതുപോലെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സിൻ്റെ വെബ്സൈറ്റ് കൂടി നോക്കി പഠിക്കുന്നത് കുറച്ചും കൂടി നന്നായിരിക്കും. അഗൈൻ പൊളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ, പഞ്ചായത്ത് രാജ് പകരം വയ്ക്കാനില്ലാത്തൊരു ബുക്ക് എന്ന് പറയുന്നത് ലക്ഷ്മികാന്തിൻ്റെ ബുക്ക് തന്നെയാണ്.
ഇത് ടാറ്റ മഗ്രാത്തിൻ്റെയാണ്. വേറെ സുഭാഷ് കശ്യപിൻ്റെ ഓർ പാർലമെൻറ്റ് എന്ന് പറയുന്ന ഒരു ബുക്ക്, ബിൽസ് പാർലമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഏറ്റവും നല്ലൊരു ബുക്ക് എന്ന് പറയുന്നത് സുഭാഷ് കശ്യപിൻ്റെ. അപ്പോൾ ലക്ഷ്മികാന്തിൻ്റെ ആ ഒരു പോർഷൻസ് അത്രയ്ക്കും നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് ഹൃദയസ്ഥമാവുന്ന രീതിയിലല്ല അതിൻ്റെ ഒരു അലൈൻമെൻറ്റ്. അപ്പോൾ ആ ഒരു ഭാഗം ക്ലിയർ ആകാത്തവർക്ക് വേണമെങ്കിൽ ഓർ പാർലമെൻറ്റ് ബൈ സുഭാഷ് കശ്യപ് വായിക്കാം. വളരെ നല്ല ബുക്കാണ്. അത്യാവശ്യം നല്ല ഫോണ്ടിലൊക്കെയാണ് അത് കൊടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് കണ്ടന്റ് തന്നെ ഉള്ളൂ. അറൗണ്ട് ഒരു 300 rupees ആവും ഇതിന്. ഈ പറഞ്ഞ ബുക്കുകളെല്ലാം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മറ്റ് സൈറ്റുകളിലും നിങ്ങളുടെ ബുക്ക് ഷോപ്പുകളിലും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ബുക്കുകളാണ്. പിന്നെ ഡി ഡി ബാസുവിൻ്റെ ബുക്ക് വായിക്കുന്നവരും ഉണ്ട്. പക്ഷേ സിവിൽ സർവീസ് എക്സാം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ എപ്പോഴും ലക്ഷ്മികാന്തിൻ്റെ ബുക്ക് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ ജോഗ്രഫിയുടെ കാര്യത്തിൽ NCERTക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളതെന്ന് അറിയാം. അതിൻ്റെ കൂടെ കോച്ചിങ് ലോങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി എന്ന് പറയുന്ന ബുക്ക് നോക്കുക. വളരെ നല്ല ബുക്കാണ്. ഒപ്പം തന്നെ ഏതെങ്കിലും ഒരു ബുക്ക് വേണം, ഒരു കോറായിട്ട് പഠിക്കണം എന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു പ്രിഫറൻസ് DR ഖുല്ലറിൻ്റെ ബുക്ക് വാങ്ങുക. ഇന്ത്യൻ ജോഗ്രഫിക്കും വേൾഡ് ജോഗ്രഫിക്കും ഒരുമിച്ചും സെപ്പറേറ്റ് ആയിട്ടും ഒക്കെ ബുക്കുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ബുക്ക് നോക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇത് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ഒരു ബുക്കാണ്, ഇന്ത്യൻ ആൻഡ് വേൾഡ് ജോഗ്രഫി. ഇതിൻ്റെ സെപ്പറേറ്റ് ബുക്കും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മജീദ് ഹുസൈൻ്റെ ബുക്കും ഇത്തരത്തിൽ ഇന്ത്യ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി ഇത് സെപ്പറേറ്റ് ആയിട്ടും ഒരുമിച്ചുള്ള ബുക്കുകൾ അവൈലബിൾ ആണ്. ഒരു ലീസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നു മജീദ് ഹുസൈൻ. ഖുല്ലറിൻ്റെ ബുക്കിന് കുറച്ചുകൂടി ഒരു പ്രിഫറൻസ് കൊടുത്ത് പറയുന്നു. ഓക്കെ, അത് നിങ്ങളുടെ താല്പര്യത്തിനും നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനും അനുസരിച്ച് അത് വകഭേദങ്ങൾ വരുത്താം. മാപ്പ് സ്റ്റഡിക്ക് ഒരു അറ്റ്ലസ് ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓക്സ്ഫോർഡിൻ്റെ ഉണ്ട്, ഓറിയൻറ്റ് ബ്ലാക്ക്സൺ ഉണ്ട്. ഇത് ഏതാണ് ബെറ്റർ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇത് രണ്ടും കൊള്ളാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് വേണമെന്ന്. കുറച്ച് കളർഫുൾ ആയിരിക്കുന്നത് ഓക്സ്ഫോർഡ് ആയിരിക്കും, പക്ഷേ രണ്ടിലും ഡേറ്റയൊക്കെ ഒരുപോലെ തന്നെയാണ്. ചിലയിടത്ത് മിസ്സാവുന്ന ഡേറ്റാസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിട്ടാറുണ്ട്. അതായത് ഓക്സ്ഫോർഡിൽ ഇല്ലാത്തത് ഓറിയൻറ്റ് ബ്ലാക്ക്സോണിലും ഓറിയൻറ്റ് ബ്ലാക്ക്സോണിൽ ഇല്ലാത്ത ഓക്സ്ഫോർഡിലും കാണാറുണ്ട്. അപ്പോൾ ഇതിൽ ബെറ്റർ ആണെന്ന് പറയാൻ സാധിക്കത്തില്ല. ഇത് രണ്ടും നല്ലതാണ്. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ കയ്യിൽ വേണം. എൻവയോൺമെൻറ്റിന് വൈഡലി പറയുന്നൊരു ബുക്ക് ശങ്കർ ബുക്കാണ്. കുറച്ച് കാലമായിട്ട് അത് അപ്ഡേറ്റഡ് ആയി കാണുന്നില്ല. അപ്പോൾ പുതിയൊരു ഓപ്ഷൻ കൂടി തരാം. DR ഖുല്ലറിൻ്റെ ബുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കാം. നല്ല ബുക്കാണ്. ടാറ്റ മഗ്രാത്തിലാണ് എൻ്റെ പബ്ലിക്കേഷൻസ്. അപ്പോൾ ഒന്നുകിൽ DR ഖുല്ലറിൻ്റെ അല്ലെങ്കിൽ ശങ്കർ ബുക്ക് പോകും. ശങ്കർ ബുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ICSE സിലബസിൻ്റെ 9-10 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകൾ പ്ലസ് കറണ്ട് അഫേഴ്സ് നോക്കിയാലും നിങ്ങൾക്ക് ഇതിന് പകരം വയ്ക്കാം. പ്ലസ് കറണ്ട് അഫേഴ്സ് ഇമ്പോർട്ടൻറ്റ്. കറണ്ട് അഫേഴ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അടുത്ത് വരുന്ന നമുക്ക് ആർട്സ് കൾച്ചർ ഹെറിറ്റേജ് എന്ന് പറയുന്നത് നിതിൻ സിംഗാനിയുടെ ബുക്ക്. ഇപ്പോൾ എക്കണോമിക്സ് പോലെ തന്നെ ആർട്സിൻ്റെ കാര്യം വരുമ്പോൾ നിതിൻ സിംഗാനിയുടെ ബുക്ക് തന്നെയാണ് ഒരു ടോപ്പ് ബുക്ക്. ഇതിന് പകരം വയ്ക്കാൻ വേറെ ബുക്കുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ പറയാം. ദെൻ സൊസൈറ്റി ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ് റാം അഹൂജയുടെ ബുക്കാണ്. സൊസൈറ്റി ഇൻ ഇന്ത്യ ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന 2 ബുക്ക്. ഇപ്പോൾ GS 1ൻ്റെ പോർഷനിൽ നമുക്കിത് വേണം. അപ്പോൾ ആ ഒരു ഭാഗം ക്ലിയർ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബുക്ക് കയ്യിലുള്ളത് നല്ലതാണ്. അടുത്ത് വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗത്ത് വരുമ്പോൾ നമ്മുടെ ഒരു അതായത് ഇന്ത്യാമാഗിസ്റ്ററിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ചോയ്സ് നോർമൽ ഇവിടെ മാസ്റ്ററിങ് മോഡേൺ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ബുക്കാണ്. ഇനിയിപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് നോട്ട്സ് വെച്ച് പഠിക്കണമെങ്കിലും പഠിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. അല്ലെങ്കിൽ അർജുൻ ദേവിൻ്റെ ബുക്ക് ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ബുക്ക് നിങ്ങൾക്ക് പഠിക്കാം. അതുപോലെ NCERTയുടെ ഒരു ബുക്കുണ്ട്, +2ൻ്റെ ബുക്കിന് പകുതിക്ക് ശേഷമുള്ള കണ്ടന്റ് വേൾഡ് ഹിസ്റ്ററിയുടെ കണ്ടന്റാണ്. അർജുൻ ദേവിൻ്റെ തന്നെ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്ന NCERTയുടെ ബുക്ക് വായിച്ചാലും ഏറെക്കുറെ കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ പുതിയ NCERTയിൽ 3 ബുക്കുണ്ട്. 9, 10, 11 ക്ലാസ്സുകളിലെ NCERTയുടെ പുതിയ ബുക്ക് നോക്കിയാണ് വേൾഡ് ഹിസ്റ്ററിയുടെ കാര്യങ്ങൾ കവർ ചെയ്യും. ഇപ്പോൾ ടോപ്പിക്ക് വളരെ കുറവാണ് ചോദിക്കുന്നത്. 2013-14 3 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് മെയിൻസിൽ പ്രതീക്ഷിക്കാവുന്നത്. ഇത് മെയിൻസിൽ മാത്രമുള്ള ടോപ്പിക് ആയതുകൊണ്ട് ഒരുപാട് ഇതിൽ ഗഹനമായിട്ട് പോകണ്ട. ഒരു ബുക്കിന് വേണ്ടിയിട്ട് ഉള്ള ഡീറ്റെയിൽ. ഓക്കെ, മോഡേൺ ഇന്ത്യയുടെ കാര്യത്തിൽ സ്പെക്ട്രം വളരെ ഈസിയാണ് പഠിക്കാനായിട്ട്. രാജീവ് ആഹിർ IPSൻ്റെ ഓതർഷിപ്പിലുള്ള ഒരു ബുക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ബിപാൻ ചന്ദ്ര നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ ഹൃദയസ്ഥമാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ബിപാൻ ചന്ദ്ര നോക്കാം. ഓൾഡ് NCERT ഉണ്ട്, ഓൾഡ് NCERT ബുക്ക് ബിപാൻ ചന്ദ്ര +2ൻ്റെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ആഡ് ഓൺ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് വായിക്കുമ്പോൾ കിട്ടും. ബിപാൻ ചന്ദ്രയുടെ ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക്. ഇനി പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസൾട്ടേഷൻ ബിപാൻ ചന്ദ്രയുടെ തന്നെ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് ഉണ്ട്. അല്ലെങ്കിൽ രാമചന്ദ്ര ഗുഹയുടെ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന് പറയുന്ന ബുക്കുണ്ട്. രണ്ടും ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് ആണെങ്കിൽ കുറേ ചൂസ് ചെയ്യായിട്ടൊന്ന് വായിക്കേണ്ടി വരും. ഓക്കെ, സിലബസിന് അനുസരിച്ച് മാത്രം വായിക്കാം. ശരിക്കും ഏൻഷ്യൻ്റ് ആൻഡ് മെഡീവലിൻ്റെ ഒരു ബുക്കിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഒന്നുകിൽ TNSERTയുടെ തമിഴ്നാട് SCRTയുടെ +1ൻ്റെ ഓൾഡ് ബുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ RS ശർമ്മ
പിന്നെ സതീഷ് ചന്ദ്ര ഇവരുടെ ബുക്സോ അല്ലെങ്കിൽ ഓൾഡ് NCERT യൂസ് ചെയ്യാം. ഓൾഡ് NCERT. ഓക്കെ, ഇത് ഓൾഡ് NCERT പോലും നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ആമസോണിലൊക്കെ കിട്ടും അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി പോലുള്ളത്. പിന്നെ CSAT കഴിഞ്ഞ ഒരു 11 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. കിരൺ പബ്ലിക്കേഷൻസ് പോലെയുള്ള ബുക്കുകളിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും, അത് വർക്ക് ചെയ്യുക. ഇന്ത്യാബിക്സ് പോലെയുള്ള വെബ്സൈറ്റുകളിൽ ഒത്തിരി ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെയുള്ള വർക്ക് ചെയ്ത് നോക്കുക. അല്ല ഒരു ബുക്ക് വേണം എന്ന് നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ മധുകർ എന്ന് പറയുന്ന ഒരു ഓഥറിൻ്റെ ഒരു ബുക്കാണ് CSAT ജനറൽ സ്റ്റഡീസ്, കൺസൈസ് CSAT ജനറൽ സ്റ്റഡീസ്. CSAT അറിയാലോ, CSAT എന്നൊരു പേര് UPSC കൊടുക്കുന്നില്ല, പക്ഷേ സിവിൽ സർവീസ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ CSAT എന്ന വേർഡ് തന്നെ ഫേമസ് ആണ്. അപ്പോൾ പേപ്പർ 2 പ്രിലിംസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം, മധുകർ എന്ന് പറയുന്ന ഓഥറിൻ്റെ ബുക്ക്. ആൻഡ് ദ ലാസ്റ്റ് വൺ സയൻസ് ആൻഡ് ടെക്നോളജി. ശരിക്കും ഇതിന് ബുക്കിൻ്റെ ആവശ്യമില്ല. NCERTയുടെ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ബുക്ക്, +2ൻ്റെ അവസാനത്തെ യൂണിറ്റ്. ഓക്കെ, ഇപ്പോൾ ഇത്രയൊക്കെ നോക്കിയാൽ മതി. പ്ലസ് കറണ്ട് അഫയേഴ്സിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. നാസ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ISA പോലെയുള്ള ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റ് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഇൻഫോസ് മാക്സിമം കിട്ടും. അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഹിന്ദു പേജ് സൺഡേയിലുള്ള, അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ബുക്ക് പോലെയുള്ള, ബുക്കല്ല, ന്യൂസ് പേപ്പർ പോലെയുള്ള കാര്യങ്ങളായിരിക്കണം കൂടുതൽ നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എക്സാമിന് ചോദിക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു സോഴ്സ് ആയിരിക്കണം നോക്കണം ഇൻസ്റ്റഡ് ഓഫ് എ ബുക്ക്. നിങ്ങൾക്കൊരു ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അക്ഷയ് അഗ്രവാൾ എന്ന് പറയുന്ന ഒരാളിൻ്റെ ഓതർഷിപ്പിലുള്ള കിരൺ പബ്ലിക്കേഷൻ്റെ ഒരു ബുക്കാണ്. അപ്പോൾ ഈ ബുക്ക് UPSC, സ്റ്റേറ്റ് PSC അങ്ങനെ കുറേ സാധനത്തിൽ ഉപയോഗിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ബെറ്റർ യു പ്രിപ്പയർ വിത്തൗട്ട് എ ബുക്ക്. NCERTയും പിന്നെ ആഡ് ഓൺ ഇൻഫോയും വെച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു ബുക്കിന് വേണ്ടി ഒരു ഡീറ്റെയിൽ ഇവിടെ കിരൺ പബ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അടുത്തുള്ള ബുക്കിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഒപ്പം വെബിനാറിൻ്റെ ഭാഗമാകാനായിട്ട് അടുത്ത സൺഡേ ആണ്, 16ാം തീയതിയാണെന്ന് തോന്നുന്നു. അപ്പോൾ കൃത്യമായിട്ടുള്ള ഡേറ്റയൊക്കെ നമ്മുടെ വാട്സാപ്പിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ്. ഗുഡ് ബൈ.